ചാടി കയറിട്ടാ ടൈം അറിയില്ലേ ഫ്ലൈറ്റ് എത്തിയില്ല ചേട്ടാ നമുക്ക് പരിചയപ്പെടാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ അച്ഛന്മാരുടെ അടുത്തുനിന്ന് നേരെ നമ്മൾ ഇതേപോലെ എവിടുന്ന കിട്ടാന്നുള്ള കാര്യം കാൽമണിക്കുട്ടി ഇവിടെ ഇല്ല പുത്തൂരായ കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടെ. ഇന്ന് പുലർച്ചെ അതാ ഇപ്പൊ 2 മണി ആയിട്ടുള്ളൂ കേട്ടാ. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൊ അതായത് ഷായേട്ടന്റെ പെങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കൺമണിക്കുട്ടി ഇന്ന് ബഹ്റയിൽ നിന്ന് വരുന്ന ദിവസമാണ്. അപ്പോ നമ്മള് വഴിക്ക് പുത്തൂര് പോയി കൺമണിക്കുട്ടിയുടെ അമ്മേനും അതേപോലെ തന്നെ കൺമണിക്കുട്ടിയുടെ മാമനും കൂടി വണ്ടിയിൽ കയറ്റിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് ചെല്ലുക. അപ്പൊ കൺമണിക്കുട്ടിയുടെ ഫ്ലൈറ്റിന് എത്ര ടൈം എന്ന് പറയുന്നത് ഒരു 3:55-നാണ്. അപ്പൊ ആ ഒരു സമയം കണ്ടിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടാ. അപ്പൊ പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മളങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിട്ടാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് കാണുമ്പോൾ എനിക്ക് ശരിക്കും ആദ്യം ഓർമ്മ വരുന്നത് എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എയർപോർട്ടൊന്നും അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞ സമയത്താണ് അളിയൻ ഗൾഫിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഷായിട്ട് തന്നെ അന്ന് അളിയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എന്നും കൂടി കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എയർപോർട്ട് കാണുന്നത് കേട്ടോ. പിന്നെ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ളത് എപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു വർഷം ടൂർ പോയത് മലേഷ്യക്കായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിലും കയറി. പിന്നെ കൺമണിക്കുട്ടീനെ കൊണ്ടുവരാനും എന്താ പറയുക കൊണ്ടാക്കാനൊക്കെ ഒരു 4 പ്രാവശ്യം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എയർപോർട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വരുന്ന ഓർമ്മകൾ. പിന്നെ കൺമണിക്കുട്ടി എങ്ങനെയായിരിക്കും നമ്മുടെ അടുത്ത് 3 മാസം കഴിഞ്ഞ് നമ്മളെ കാണുമ്പോഴത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിയിട്ടാ. അപ്പൊ കൺമണിക്കുട്ടിയുടെ അമ്മ, പിന്നെ കൺമണിക്കുട്ടിയുടെ മാമൻ, പിന്നെ ഷായേട്ടൻ. അപ്പൊ ഞങ്ങള് 4 പേരും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്ലൈറ്റ് എത്തിയിട്ടാണ് ചേട്ടാ. ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങളിതാ കൺമണിക്കുട്ടിനെ നോക്കിയിരിക്കുകയാണ്. കൺമണിക്കുട്ടി നമ്മൾ പുറത്ത് നിൽക്കണത് ഇതാ അവിടെ നിന്ന് കണ്ടു കിട്ടാ. മുട്ട് പോലെ ഇത് ഓടി വരുന്നത് നമ്മുടെ കൺമണിക്കുട്ടിയാണ് ഞങ്ങളുടെ അടുത്തേക്ക്. പക്ഷെ ആളിവിടെ ഓടി നമ്മുടെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഇങ്ങോട്ട് കിടക്കാൻ ഇതിലെ പറ്റില്ല എന്നും. അതേപോലെ തന്നെ അവൾ പറയണത് ഒന്നും നമുക്ക് ഇങ്ങോട്ട് കേൾക്കണില്ല എന്ന് കേട്ടാ. അപ്പോൾ ആൾ അതേപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് ഓടിപ്പോവാട്ടോ ചെയ്യുന്നത്. പാവം. Oh, mire, cargue la cara. നേരത്തെ ഇതൊന്നുണ്ടല്ലേ? ഇതെന്തിട്ട് വന്നു? ഇതെന്തിട്ട് വന്നു? ലോലിപോപ്പ്. ഒന്ന് എടുത്തോക്കട്ടെ കമ്പനീനെ. പൊന്തിച്ചോട്ടെ. അമ്മീ പൊന്തലില്ല. കണ്ടോ കൺമണിനെ പൊന്തലില്ല. പെല്ലുകുട്ടി അവളെ ബലം പിടിക്കും. ഞാൻ പൊക്കടിക്കാൻ ഞാൻ പൊക്കും. എന്റെ അടുത്ത് ബലം പിടിച്ചു നിന്നു. കൺമണിക്കുട്ടി വലിയ മോളായെന്ന് പറയാനായിട്ട്. അമ്മേടെ അടുത്തേക്ക് വേഗം ചാടി കയറിട്ടാ. കൺമണി എല്ലാവരോടും ഹായ് പറഞ്ഞേ. അതിൽ നോക്കിട്ട് ഹായ് പറഞ്ഞേ. മുടിയൊക്കെ വെട്ടിയില്ലോ. മുടിയൊക്കെ വെട്ടി ചായക്ക് മാറി. ഉറങ്ങിയിട്ടില്ല. എന്തേ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോട്ട് ഉറങ്ങിയിട്ടില്ല? എന്ത് ടൈം അറിയില്ലേ?
അപ്പൊ പരിപാടി അപ്പൊ നമ്മുടെ എയർപോർട്ടിൽ വന്നപ്പോ കൺമണികുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോ നമ്മുടെ വീഡിയോയിൽ കാണുന്ന സേവിയർ എന്നാണ് പേര്. അപ്പൊ അത് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. കൺമണിക്കുട്ടി എന്നിട്ട് മേടിച്ചു പോ നോക്കണം എത്ര വെയിറ്റ് ഉള്ള സാധനം. അച്ചാച്ചനും മാമനൊക്കെ കൂടിയിട്ടാലും എടുത്ത് വയ്ക്കണ വണ്ടിയിലേക്ക്. ജയിലിട്ടു മറന്നു. ഇനി ഇതെന്താ സ്കൂളിൽ കൊണ്ടുള്ള ബാഗാണത്. അപ്പൊ നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പോവാട്ടാ. നമ്മുടെ കൺമണിക്കുട്ടീനെ കണ്ട സന്തോഷം നോക്കിയേ. ബ്ലൂസിക്ക് കളിക്കൂ, എന്തൊക്കെ കാണിക്കണേ നോക്ക്. ആരെ കൺമണി കാണത്? കൺമണിനെ കണ്ടിട്ട് കൺമണി എന്താ പറയണവര് എന്റെ മോളോട്? അയ്യോ ഭയങ്കര മൂളിച്ച് തിക്കും തിരക്ക് നോക്കിയേ. ഇവരുടെ ഒരു സ്നേഹം. അയ്യോ പ്രീതി. കുറച്ചു ദിവസം കാണാണ്ട് എന്റെ ഒരു സ്നേഹപ്രകടനം കണ്ടവരുടെ. കളി 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 എന്ത് സ്നേഹം, ഇവർക്കൊരു സ്നേഹം. തൊടണേ അവര് മാത്രല്ല, ഇവിടെ വന്ന് നമ്മളൊക്കെ നല്ല പരിചയമല്ലേ. ഇപ്പൊ ഷായിട്ടൊന്നും തൊട്ടപ്പോ ബ്ലൂസിക്ക് സമാധാനം. പക്ഷെ കാളി ഭയങ്കര ഗൗരവകാരിയാട്ടാ. ബ്ലൂസിന് തൊട്ടേനാണ് കാളി കൂടി വന്ന്. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി വണ്ടിയിൽ കയറിയപ്പോ തൊട്ട് നല്ല ഉറക്കായിരുന്നു. ഇപ്പൊ ബ്ലൂസിനും കാളിയിലും കണ്ടപ്പോഴാണ് ഒന്ന് കണ്ണു തുറന്നവളായത്. പക്ഷെ ഇപ്പോഴും നല്ല ഉറക്ക. നമ്മളാണെങ്കിൽ വരും വഴിക്ക് വല്ല ഹോട്ടലുണ്ടെങ്കിൽ കയറാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഉഷാറാവാനായിട്ട്. കാരണം ഫ്ലൈറ്റിൽ കയറിയപ്പോ തൊട്ട് ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. പോട്ടെ കൺമണി, നിന്റെ പോട്ടെ ഇനി ഇവിടെ തിരിഞ്ഞേ. അപ്പൊ ഉറക്കത്തിന്റെ ക്ഷീണത്തിന് അയാൾക്ക് പിണക്കം കരച്ചിൽ വരാം. അപ്പൊ പ്രീതി പോട്ടെ എന്നാ. പിന്നെ നേരത്തെ കാരണേ ഭയങ്കര ക്ഷീണ. അപ്പൊ ഈ ചായയൊക്കെ ഒന്ന് കുടിച്ച് ഒരു ഉഷാറായി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലേ. ചായ നമ്മുടെ കൺമണിക്കുട്ടിയുടെ പെട്ടെന്ന് ചായ കുടിച്ചപ്പോ ചുമ. നമ്മുടെ കൺമണിക്കുട്ടിയുടെ വീഡിയോയില് എപ്പോഴായാലും കൺമണിക്കുട്ടിനെ കാണിക്കുമ്പോട്ടെ, ഇപ്പൊ കുറെ നാളായാലേ കൺമണിക്കുട്ടിനെ കണ്ടിട്ട്. അപ്പൊ ചോദ്യങ്ങൾ വരാറുണ്ട്, ആരാണ് കൺമണിക്കുട്ടി? അപ്പൊ കൺമണിക്കുട്ടി ഞങ്ങക്ക് ശരിക്കും രണ്ടു ബന്ധാണ്. ഷായന്റെ ചേട്ടന്റെ മകന്റെ കുട്ടി, അതേപോലെ തന്നെ ഷായന്റെ പെങ്ങളുടെ മകളുടെ കുട്ടി. അപ്പൊ അതായത് ആങ്ങളെയും പെങ്ങളുടെ മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കൺമണിക്കുട്ടിയായിട്ടുള്ള ബന്ധട്ടാ. അല്ലോ പാല് കുടിക്കണ്ടേ? എന്തപ്പോ വൃത്തിയാക്കലല്ലോ. എന്നാ കുടിക്ക്. മോൾക്ക് നേരം വൈകി, കുടിച്ചോട്ടാ. നമ്മള് പോയി വന്നപ്പോഴേ നേരം വൈകി. ഇവർക്കൊക്കെ നേരത്തോടെ കിട്ടുന്ന ആൾക്കാരുകളാണ്. കണ്ട അതിന്റെ പരാക്രമം ഉണ്ടാവുള്ള കുടിക്കണേല് ദാഹം. ഞാൻ പോട്ടേട്ടല്ലോ, നമ്മുടെ കോഴികൾക്കൊക്കെ കൊടുക്കട്ടെ. അയ്യോ നല്ല ദാഹം ഉണ്ടിട്ടാ നേരെ തെറ്റിയന്റെ. കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടേ? ഇതെന്തായാലും ഉണ്ടാത്ത എല്ലാരും പണങ്ങിയാ. ഇപ്പൊ തരാട്ടാ.
ഇന്നിപ്പോൾ പുറത്ത് പോയി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമായിട്ട് പണികളൊന്നും എടുക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ പണിയൊന്നുമല്ല. പക്ഷേ എത്തിയപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയറിന് മണ്ണിടാറായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുളച്ച്, കാരണം മഴയൊക്കെയല്ലേ വരുന്നത്. അവർ ഒരു വിധം വലുതായി വരുമ്പോഴേക്കും അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കട ഒടിഞ്ഞു പോകും ചെടിയിൽ. അപ്പോൾ ഷായിട്ടൻ അതിന് മണ്ണിടാനൊക്കെ ആയിട്ട് നിന്നപ്പോഴേ ഞാനെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പയർ നട്ടിട്ടും അതേപോലെ ഓരോന്നൊക്കെ നട്ടു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ പട്ട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടയ്ക്ക് അതുമെന്ന് മുള വന്നപ്പോൾ വെറുതെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഒതുക്കി ഒരു ഭാഗത്ത് വെക്കാന്ന് വെച്ചിട്ട് ഞാനും അപ്പോൾ ഷായറിൻ്റെ ഒപ്പം കൂടിയിട്ടാണ്. നമ്മൾ അവിടുത്തെ പറമ്പിൽ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് തന്നെ വന്നുട്ടാ. അപ്പൊ അതായത് നമ്മള് കൂർക്കത്തല നടാന്ന് വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ കൂർക്കത്തല. ഈ കൂർക്കത്തല എങ്ങനെയുള്ളതാണെങ്കിലേ നമ്മള് പറമ്പിലൊക്കെ ഇങ്ങനെ നനയ്ക്കുമ്പോ അവിടെ കുറച്ച് എന്താ പറയാ, നമ്മൾ മുന്നേ പറിച്ചിട്ടൊക്കെ കിടന്ന മണികളാവണം, അതൊക്കെ ഇങ്ങനെ മുളച്ചു വന്നതായിരുന്നു. അപ്പൊ അത് നമ്മളെടുത്തിട്ട് ചട്ടിയിലേക്ക് വെച്ചു. ഇപ്പൊ നോക്കിയതൊക്കെ നടേണ്ട ടൈമായി. അപ്പൊ ഞാൻ ഇതൊക്കെ നുള്ളിയെടുക്കട്ടെ കേട്ടാ. കൂർക്കത്തല നോക്കി നമ്മള് ഇതേപോലെ കേട്ടാ, ഈ ഒരു വലുപ്പത്തിൽ വേണ്ട, ഇങ്ങനെയാണ് നമ്മൾ നുള്ളിയെടുക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയില് നമ്മുടെ കൊട്ട മാറ്റിയിട്ട് മോറെടുത്തുട്ടാ. മുറത്തിലാകുമ്പോഴേ നല്ല ഭംഗിയിൽ ഇതേപോലെ അടക്കി വെച്ച് കൊണ്ടുപോയി നമുക്ക് നടാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അത് കാരണം ഇന്ന് മഴയ്ക്കൊരു തോർച്ചയും ഇട്ടാ, അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് ചെടിച്ചട്ടിയില് നമുക്ക് കൂർക്കതല നിൽക്കണ്ട്. ഇനി അതുകൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്കുള്ളത് തരാം, നിങ്ങൾക്കുള്ളതല്ല. ഇതാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിലെ ചട്ടിയിൽ തന്നെ മുളച്ച് വന്നാ വല്ലപ്പോഴൊക്കെ നമ്മൾ വില കറി വെക്കുമ്പോ ഇവിടെ ഇരുന്ന് നന്നാക്കിയിട്ട് അതിൽ വേസ്റ്റ് ഒക്കെ വരുമ്പോ അങ്ങനെ ചട്ടിയുടെ കടക്കിലേക്ക് കിട്ടുന്ന സ്വഭാവം ഉണ്ട്. അപ്പൊ അതിൽ വല്ല നല്ല മണിക്ക് പെട്ടിട്ടുണ്ടാവണേ. അപ്പൊ ഇതാ നല്ല തലകളായിട്ട് ഒരു പിടിച്ചു നോക്കണം, നോക്കിയേ. അപ്പൊ ഇതുകൂടി നുള്ളിയെടുക്കട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ അറ്റത്തെ പറമ്പിലേക്കല്ലേ പോവാഞ്ഞ്. ഞാന് അവിടുന്ന് കൂർക്കതല നുള്ളി വരുമ്പോഴേക്ക് നോക്കിയ ഷായിട്ടതാ കൂർക്ക നടാനുള്ള തടട്ടാ. അപ്പൊ കൂർക്ക നടണ ആ ടൈമിൽ തന്നെ കൂർക്കയ്ക്കുള്ള തടം എടുക്കണതാണ് നല്ലത്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ മണ്ണ് നന്നായിട്ട് ഇങ്ങനെ ഇളകിയിരിക്കണം. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ മാന്തിയാണ് വെക്കാട്ടാ.
അപ്പൊ കൂർക്കത്തല വെക്കുമ്പോ ചെറിയ ഇത്തിരി മൂപ്പ് കുറവുള്ള തലയൊക്കെ ആണെങ്കിൽ നമ്മൾ 3 4 ഒക്കെ വെക്കും. നല്ല മൂത്തതൊക്കെ ആണെങ്കിൽ ഒരു 3 ഒക്കെ ആയിട്ട് വെച്ചാൽ മതിട്ടാ. അപ്പൊ വെറുതെ ഇതേ കണ്ട കൈ കൊണ്ട് ഇങ്ങനെ ആക്ക, ഇങ്ങനെയാണ് നട്ടുകൊടുക്ക. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞ ഈ തടത്തില് ഒരു 3 വരി നടാവുന്ന രീതിയിലുള്ള ഒരു തടാണ് ഷായിട്ട് എനിക്ക് എടുത്തു തന്നിട്ടുള്ളത് കേട്ടാ. കൂർക്കതല നടല് കഴിഞ്ഞു. പക്ഷെ നോക്കിയേ, ഒരു തടത്തിലേക്കും കൂടി നടാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പൊ ഷായേട്ടനാണെങ്കിൽ എനിക്ക് ഇതൊക്കെ ആക്കി തന്നിട്ട് പോയി പണിസ്ഥലത്തേക്ക്. അപ്പൊ ഇനി ഷായേട്ടൻ എപ്പോഴെങ്കിലും ഒഴിവാവുന്ന സമയത്ത് വന്നൊരു തടക്ക് എടുത്ത് തരും. അപ്പൊ ഇത് നടുള്ളൂട്ടാ. പിന്നെ ഇപ്പൊ ഈ മഴയുടെ ഒരു അന്തരീക്ഷം നിൽക്കണ കാരണം ഇത് വാടൊന്നും ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് എപ്പോഴേലും നടാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ, നമുക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ജയ രവീന്ദ്രൻ. അപ്പൊ ജയേച്ചി പറഞ്ഞു ഇപ്പൊ മണ്ണുത്തിയില് കൂർക്കത്തല കൊടുക്കണ്ടെന്നുള്ളത് റേഡിയോയിൽ പറഞ്ഞു കേട്ടു കേട്ടാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം കൂർക്കത്തല നമ്മൾ ഇതേപോലെ എവിടുന്ന കിട്ടാന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഇതില് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഇത് ഞാനേ ഒരു മഴയൊന്നും കൊള്ളാത്ത രീതിയിലൊന്ന് പതുക്കെ ഒതുക്കി വെക്കട്ടെ കേട്ടാ. പിന്നെ നോക്കിയേ, നമ്മള് ഇപ്പൊ നട്ട കൂർക്കത്തല നമ്മൾ പറഞ്ഞല്ലോ മുന്നേ മുളച്ച് വന്നത്. ഇത് നമ്മള് കൂർക്കത്തല നടാൻ വേണ്ടിയിട്ട് കൂർക്ക പാവി കൊടുത്തിട്ടുള്ളതാട്ടോ ഇതൊക്കെയും. ഇതെല്ലാതും. പിന്നെ ഇതിന്റെ ഇടയില് കാണുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് എന്നിട്ടെന്നറിയോ, ഇതൊക്കെ പറിച്ച് കളയും. ഇതിന്ന് പറിച്ച് കളയണില്ല, ഇതിന്ന് പറിച്ചിട്ട് അപ്പുറത്തെ തടത്തിലേക്ക് നടണം. അതായത് നമ്മുടെ കപ്പലണ്ടി നട്ട തടായിരുന്നു ഇത് ആദ്യം. അപ്പൊ അതിലെ ഓരോ മണികളൊക്കെ വീണിട്ട് അവര് തന്നെ മുളച്ച് വരുന്നതാട്ടാ ഇതൊക്കെ. അപ്പൊ നമ്മുടെ കപ്പലണ്ടി നമ്മൾ നട്ടിട്ട് ചെടികൾക്ക് ഇപ്പോഴും കംപ്ലൈന്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കുറ്റിച്ചെടിയായിട്ട് ഇതേപോലെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ. എന്താ ഈ ഒരു തടത്തിലേക്ക് വേണം അതില് തന്നെ മുളച്ച് വരുന്നവരെ കീഴിൽ വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതൊരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കട്ടെ. ഷായിട്ട് വരുമ്പോ ഇനി നട്ടു കൊടുക്കണല്ലോ. ഇനി നമ്മുടെ പപ്പായ പഴുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ പപ്പായ ആട്ടോ അത്, ഈ തയ്യുമ്പത്തെ. അപ്പൊ ചെറുതായിട്ടൊരു കളറൊക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു കവറൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതുമേ കണ്ട, അത്യാവശ്യം നല്ല വലുപ്പുള്ള പപ്പ ഇനിയാട്ട പപ്പക്കായിന്നത്. ഇതിന്റെ ഇപ്പുറത്ത് തന്നെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കവർ ആൾക്ക് ഈ പപ്പയ്ക്ക് ഇട്ട് കൊടുക്കാൻ പോയി പപ്പക്കായ്ക്ക്. ഇത് മാത്രം നമ്മൾ പൊട്ടിച്ചെടുക്കണുള്ളൂ കേട്ടാ. കൺമണിക്കുട്ടി ഇവിടെ ഇല്ല, പുത്തൂരായ കാരണം അല്ലെങ്കിൽ ഞാൻ വിളിച്ചേനെ. ആൾക്കാണെങ്കിൽ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ. ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് വരാള്, വരാണ്ടിരിക്കില്ല. ഞാനേ ഗ്ലൗസ് ഊരി കളയട്ടെ കേട്ടോ. ഇനി കൈമ നിറച്ചഴുക്കാണ് പപ്പായ പൊട്ടിക്കുമ്പോ അതൊക്കെ പപ്പായമോ. ഇതേ ഇതിന്റെ തൊട്ട് നിക്കണ ഈ പപ്പായ നോക്കിയേ, എന്താ നല്ല ഉരുണ്ടൊരു ടൈപ്പാട്ടാ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടില് ഇതിന് മുന്നേ ഇതേപോലത്തെ പപ്പായൊക്കെ ഉണ്ടായിട്ട് നമ്മള് എന്താ പറയാ അലുവ ഉണ്ടാക്കണ വീഡിയോ ഒക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റാണ്, നല്ല എന്താ പറയാ കഴുമ്പൊക്കെ കൂടിയിട്ടുള്ളൊരു പപ്പായാണിത്. അപ്പൊ ഞാനാണെങ്കിൽ ഇതുമ്പോ 2 ദിവസം കൂടി അവിടെ വെക്കും, എന്നിട്ടായിട്ട് ഞാൻ മുറിച്ചെടുക്കുള്ളൂ.
അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി പുത്തൂരിന്ന് ഒരു ഉറപ്പൊക്കെ കഴിഞ്ഞതേ കൺമണിക്കുട്ടിയുടെ വീട്ടിലെത്തിട്ടാ. അപ്പത്തേ കൺമണിക്കുട്ടി അച്ഛന്മാരുടെ അടുത്ത് നിൽക്കണ്ടില്ലേ. അച്ഛമ്മക്ക് ഫോണിലൊക്കെ വിളിക്കാല്ലേ കൺമണിക്കുട്ടി എന്നു എന്നിട്ട് പറയാറ് അച്ഛമ്മോട് എന്തൊക്കെയോ പറയും കേട്ടോ കുട്ടി ഫോൺ വിളിക്കുമ്പോ. അങ്ങനെയാണ്. അപ്പൊ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മനെ കുറെ പേര് കണ്ടിട്ടുണ്ടാവും, കുറെ പേര് പുതിയവര് ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടിയുടെ അച്ഛമ്മട്ടാ. അപ്പൊ ഇനി കൺമണിക്കുട്ടി ഇവിടുന്ന് കുറച്ച് പുത്തൂർക്ക് തന്നെ പോവില്ലേ? എന്തുകൊണ്ടാ പുത്തൂർക്ക് പോണേ? കൺമണിക്കുട്ടിയുടെ ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ പുത്തൂർക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികള്. അപ്പൊ അത് കാരണം കൺമണിക്കുട്ടി കുറച്ച് കഴിഞ്ഞ അച്ഛമ്മയുടെ അടുത്തുനിന്ന് നേരെ പുത്തൂർക്ക് പോകും. എന്നിട്ട് നാളെ വരില്ലേ അച്ഛമ്മയുടെ അടുത്തേക്ക്? സ്കൂൾ തുറക്കുമ്പോഴേ വരല്ലോ. കാരണം അവിടെ കളിക്കാൻ കുറെ കുട്ടികളുണ്ട്, ഡാൻസ് പഠിക്കാൻ വീണ്ടും തുടങ്ങും കൺമണിക്കുട്ടി. അപ്പൊ അങ്ങനെ കൺമണിക്കുട്ടി സ്കൂൾ തുറക്കുമ്പോഴേ വരുള്ളൂ അല്ലേ? അപ്പൊ ഇനി കൺമണിക്കുട്ടിയുടെ അച്ഛമ്മ ഇവിടെ ഒറ്റയ്ക്കാവും. ഉണ്ടല്ലോ അച്ഛണ്ട് വിദ്യ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. വിദ്യ ഉണ്ടല്ലോ, അവള് കൈ ഒഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടിയുടെ വിശേഷം ഇതൊക്കെയാണ്. രാത്രി കഴിഞ്ഞ കൺമണിക്കുട്ടി പൂന്ന് പറഞ്ഞതിൽ നോക്കിട്ട് ഞാൻ പൂന്ന് കുറച്ച് കഴിഞ്ഞാ നാണൊക്കെ ഉണ്ട്, ഇനി ശരിയായി വരും. കൺമണിക്കുട്ടിയുടെ അതിന്റെ ഷോർട്ടില് കൺമണിക്കുട്ടിയുടെ എന്താ പറയാ ചാനലുണ്ടല്ലോ, കൺമണി കാത്തു ബ്ലോഗ്. അതില് കൺമണിക്കുട്ടിയുടെ വീഡിയോകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളില്ലേ, ബഹ്റൈനിൽ പോയിട്ടുള്ള അപ്പൂന്റെ അടുത്തുള്ള വീഡിയോകളൊക്കെ കൺമണിക്കുട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൺമണിക്കുട്ടിയുടെ ചാനൽ നോക്കിയാ കൺമണിക്കുട്ടിയുടെ ബഹ്റൈനിലത്തെ കുറെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റൂട്ടാ. അല്ലേ? കാണാൻ പറഞ്ഞ കൺമണിക്കുട്ടിയുടെ ചാനല് കാണണേ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഹായ് പറയണത് ചേച്ചിയോടാണ്, ഗീത രാജൻ. ഹായ് ഗീതച്ചി. ലിജി ഷാജു. ഹായ് ലിജി ചേച്ചി. രാഗി SM-ന്റെ അമ്മയ്ക്കാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അമ്മയുടെ പേര് സീത എന്നാണ്. ഹായ് അമ്മ. ലിജി മിനീഷിന്റെ മകൻ അപ്പൂസിനോടാണ് ഇനി ഹായ് പറയുന്നത്. അപ്പൊ ഹായ് അപ്പൂസ്. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാം. അയ്യോട്ടാ, ഇന്ന് ഞാനുണ്ടല്ലോ ഒരു സ്പൈസി ചിക്കൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് എല്ലില്ലാത്ത ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ 1/2 കിലോനേക്കാളും കൂടുതൽ ഉണ്ടാവും കേട്ടാ. അപ്പൊ നമ്മൾ നന്നായിട്ട് കഴുകി വാരി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, കുത്തിപ്പൊടി മുളക് ആവശ്യമുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, വിനാഗിരി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം ഈ ചിക്കനിലേക്ക് വേണ്ടത് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ ഒരു 2 ടീസ്പൂണ് കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ്, പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് നമുക്ക് 1 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ മസാലകളൊക്കെ ചിക്കന്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞാ നമുക്ക് ഇനി ചിക്കൻ വറുത്തെടുക്കാം കേട്ടാ. അപ്പൊ അതിനു വേണ്ടി ഞാനിതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പുമ്പോ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. പാൻ ചൂടായി നമുക്കിത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ചിക്കൻ വറുക്കുമ്പോൾ നമുക്ക് ചിക്കൻ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. ഇതേപോലെ നമ്മുടെ പാനിലൊന്ന് പരന്ന് കിടക്കാവുന്ന രീതിയിലാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെയാണ് വേവിച്ചെടുക്കുക. ഇനി നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ നമ്മൾ നല്ല ചൂടിൽ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടാ. നമ്മൾ നോക്കി ഇതേപോലെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള കണ്ട ഇതേപോലത്തെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ തീ ഒന്ന് കുറവിൽ വെച്ച്
കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടാ. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടുള്ളൂ. പിന്നെ കൂടുതലും മൊരിയിച്ച് കൊടുക്കില്ല നമ്മൾ ഈ ചിക്കൻ. നമുക്കുണ്ടല്ലോ ചിക്കൻ ഒന്ന് വറുത്തിടാം കേട്ടാ. തീ എപ്പോഴും കുറവിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുത്തോളൂ കേട്ടോ. അത് മറക്കരിക്കോ, അല്ലെങ്കിൽ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലേ നമുക്ക്. നോക്കിയേ, നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അമർത്തുമ്പോഴേ കണ്ട, അപ്പൊ വെന്തു എന്നാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന് എടുക്കാം കേട്ടാ. കാരണം കൂടുതൽ മൊരിയരുത്, വേവാനേ പാടുള്ളൂ. അന്ന് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും വേണം. ഇനി ഇതേപോലെ തന്നെ തീ ആദ്യം കൂട്ടി വെക്കണു. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പൊ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കേട്ടാ. മുന്നേ പറഞ്ഞ പോലെ തന്നെ തീയൊക്കെ ഒരു കുറവിലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തോളാം. അപ്പൊ മുന്നേലും ഞാൻ ചിക്കൻ ഒരു 3-4 തവണ തിരിച്ചു മറിച്ചൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ മുന്നത്തേലും ചിക്കൻ വറുത്തെടുത്തിട്ടുള്ളത് കേട്ടാ. നമ്മുടെ രണ്ടാമതും ചിക്കൻ വറുത്തത് പാകമായിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. നമുക്കൊരു ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഓക്കെ, ചിക്കൻ നമ്മുടെ വറക്കല് കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ വറുത്തയിലേക്ക് സോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാനിതാ തീ കത്തിച്ച് ഒരു കടായി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കടായും ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കടായി ചൂടായി വന്നു. അപ്പൊ അതിലേക്ക് നോക്കിയാൽ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് എന്താ പറയാ, ഡാർക്ക് കളർ ഒന്നും ആവണ്ട കേട്ടാ. ഒന്ന് വേവണ്ട പോലെ ആവാനേ പാടുള്ളൂ. വെളുത്തുള്ളി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കണ്ട കളർ മാറി തുടങ്ങണ ആ ഒരു സമയത്ത് നമുക്കിതാ 4 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതാട്ടാ. പച്ചമുളകും ഇട്ടതാ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കിയാൽ ഒരു സബോള ചതുരം കഷ്ണങ്ങളായിട്ട് കണ്ട, അധികം വലിപ്പില്ലാത്ത ചതുരം കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം നമുക്ക്. ഈ സബോളയും ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടുക വേണ്ട കേട്ടാ. കൂടുതൽ വെന്ത് പോവണ്ട. സബോള നമ്മൾ കടിക്കലോ ആ ഒരു കടിക്കുമ്പോ കിട്ടണ ആ ഒരു പച്ച അതാണ് കേട്ടോ. നമുക്ക് അത് പോയി കിട്ടിയാൽ മതി കേട്ടാ. സബോള ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഒന്ന് കുറവിൽ വെച്ചിട്ട് നമ്മള് ചില്ലി ഗാർലിക് സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ കേട്ടാ. ഒരു 1.5 ടീസ്പൂൺ അവിടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് അതും 1.5 ടീസ്പൂൺ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഇനി നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ സോസൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് ചൂടായി വരിക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് കുത്തിപ്പൊടി മുളക് കേട്ടാ. ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് വായിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നാണെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാട്ടാ. അല്ലെങ്കിൽ നമ്മുടെ ആ ചിക്കനിലൊക്കെ മുന്നേ നമ്മൾ ഉപ്പാക്കിയിട്ടുള്ള കാരണം ഉപ്പ് ഉണ്ടാവണം. നോക്കിയേ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടാ. വെക്കാനും വളരെ സ്പീഡിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും. അപ്പൊ ചിക്കൻ റെഡിയായി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനിയിപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറിനെ വിളിക്കാം. ഓ, കാണുമ്പോഴന്നെ എന്താ രസം നോക്കിയാള്. ഇന്ന് വേറെ ഒന്നും കഴിക്കില്ലേ, ഇതന്നെ ആവാന്ന് വെച്ചു. അടിപൊളിയാ. ഇതേ വല്ല ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം ശരി പിള്ളേർക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ നമ്മളാ പറയണ പോലെ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ മുരിക്കിരിക്കും, അപ്പൊ ആ ടേസ്റ്റ് കിട്ടില്ല. കുട്ടികളൊക്കെ നന്നായി കഴിക്കും, ഇഷ്ടമായിരുന്നു. ഇതപ്പോ എല്ലാവരും ഒന്ന് നോക്കിയോളട്ടാ, അത്ര രസാ ഇത് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.